പെരിങ്ങളം ദേശം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൃഹപ്രവേശനത്തിന് ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ച് വ്യത്യസ്തരായി കണ്ണംവെള്ളിയിലെ കല്ലിനാണുവും കുടുംബവും. ഗൃഹപ്രവേശനത്തിന് ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ച് കണ്ണംവെള്ളിയിലെ കല്ലിനാണുവും കുടുംബവും വേറിട്ട് നിൽക്കുകയാണ്. പാനൂർ കണ്ണംവെള്ളിയിലെ പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന നാളിൽ വീടിനു മുന്നിൽ 2 ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ച് കണ്ണംവെള്ളിയിലെ കല്ലിനാണുവും കുടുംബവും ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെയും പാവങ്ങളുടെ പടത്തലവൻ AKജിയുടെയും പ്രതിമകളാണ് ഗൃഹപ്രവേശന ദിവസം അനാച്ഛാദനം നടത്തിയത്. ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും വികലമാക്കുകയും ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തോ കടന്നുവന്ന ഇന്നലകളെ രാഗിമിനുക്കി ഇന്നിന്റെ സമ്പന്നതകളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാരഥന്മാരെ പ്രതിമ സ്ഥാപിച്ചതിലൂടെ ആദരിക്കുകയും പുതുതലമുറകൾക്ക് വഴിവിളക്കാവുകയുമാണ് ഇവിടെ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജയുടെ അധ്യക്ഷതയിൽ KP മോഹൻ MLAയും തലശ്ശേരി റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രനും ചേർന്ന് പ്രതിമകളുടെ അനാച്ഛാദനം നിർവഹിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ ഷീബ കണ്ണമ്പ്രത്ത്, KK സുധീർ കുമാർ എന്നിവരും PP ജാബിർ, പാലത്തായി രാമചന്ദ്രൻ, KK വിജയൻ എന്നിവരും സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കുചേർന്നു. ഇവിടെ അധ്യക്ഷ പറഞ്ഞത് വ്യത്യസ്തമാണെന്ന്, ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആവേശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇതെങ്ങനെ മനസ്സിൽ വന്നതാണ് എന്ന് ഞങ്ങളറിയില്ല. പാവങ്ങളുടെ പടത്തലവൻ എന്ന് ഞങ്ങൾ പോലും പഴയ കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന AKജിയുടെ, അതോടൊപ്പം മഹാത്മജി നമുക്ക് സ്വാതന്ത്ര്യം തരാനും തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തൊക്കെ പൂർത്തെറിയാൻ മുന്നോട്ട് വന്ന പാവപ്പെട്ടവന്റെ പ്രവർത്തകനായിട്ടുള്ള ഗാന്ധിജിയുടെയും രണ്ടുപേരും ജീവിച്ചിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിലപാടുകളിൽ വളരെ കർക്കശത്തോടുകൂടി നിൽക്കുന്ന നാടോട്ടരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറെ കാലമായി തന്നെ അദ്ദേഹം വീടിന്റെ ഭാഗമായിട്ട് ഇത്തരമൊരു പ്രത്യേകത കൂടി ഉണ്ടാകണം എന്ന് കൊണ്ടു നടന്നിട്ടുണ്ടാകണം. ഏറ്റവും പ്രശസ്തരായ ശില്പികളിൽ ഒരാളാണ് ഉണ്ണികാനായി, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഈ ആവശ്യത്തിന് വേണ്ടി നാടോട്ടിൽ സമീപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ അനാച്ഛാദനത്തിൽ ഉൾപ്പെട്ട 2 ശില്പങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം, ഈ റോഡിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം എല്ലാ കാലത്തും ഒരു വഴിവെളിച്ചമായി ഇവിടെ പ്രകാശിതമായി നിൽക്കും എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ ശില്പങ്ങൾ കാണുന്നതിലൂടെ അവർ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണവുമെല്ലാം സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുന്നതിന് അത് അവസരമുണ്ടാവുകയും അത് പുതിയ തലമുറയെ, ഇനി വരാനിരിക്കുന്ന തലമുറകളെ കൂടി വീണ്ടും വീണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും എന്ന അത് പ്രതിഫലിപ്പിക്കാൻ കഴിയും. AKജി അതിന്റെ പ്രതിഭ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഭംഗിയായി ശ്രീ ഉണ്ണിക്കാനായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ശില്പിയാണ്. ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള നാടോട്ടനെയും കുടുംബാംഗങ്ങളെയും ഒരുപടിയായിട്ടുള്ള ഗൃഹപ്രവേശന കർമ്മങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്റെ നിർമ്മിച്ച പുതിയ വീടിന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയുടെയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവങ്ങളുടെ പടത്തവരായിട്ടുള്ള AKജിയുടെയും പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ തയ്യാറായി എന്നത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. നാടോട്ടനെ സംബന്ധിച്ച് കോട പെയ്യുന്ന വയനാടിന്റെ മടിത്തട്ടിൽ എല്ലാം മറന്ന് പ്രിയപ്പെട്ടവർക്കൊപ്പം താമസിക്കാൻ ഒരു റിസോർട്ട് തേടുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നിങ്ങളെ കാത്തിരിക്കുകയാണ് വയനാട് നിരവിൽപ്പുഴ മുണ്ടക്കൊമ്പിലെ ബോസ്ക റിസോർട്ട്. കുടുംബത്തോടൊപ്പവും കപ്പിൾസായി എത്തുന്നവർക്കും പ്രൈവസിയോടെ താമസിക്കാൻ ബോസ്കയോളം നല്ലൊരു ഓപ്ഷൻ ഇല്ല. സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യം, സ്വിമ്മിംഗ് പൂൾ, ഭക്ഷണം പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യം, കൂടാതെ രാവിലത്തെ ഭക്ഷണവും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരൂ, വയനാടിന്റെ മനോഹാരിതയും തണുപ്പും ആസ്വദിക്കാൻ ബോസ്കയിലേക്ക്.